കോവിഡ് ഭീതിയിൽ വീട്ടിലിരുന്നാലും നാട്ടിൽ നടക്കുന്ന എല്ലാ കല്യാണത്തിനും ഒരു തരി പൊന്നെങ്കിലും വേണമെന്നത് ആർഭാടമല്ല, ആവശ്യമാണ്. സ്വർണം വാങ്ങാൻ അനുയോജ്യമായ ദിനം അക്ഷയതൃതീയയാണെന്ന് ആർക്കാണറിയാത്തത്? എന്നാൽ ലോകം തന്നെ കോവിഡ്-19 എന്ന മഹാമാരിയുടെ പിടിയിൽ വീർപ്പുമുട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയും പോലെ തന്നെ സ്വർണ്ണാഭരണ വ്യവസായവും നിശ്ചലമായി. അതോടൊപ്പം അക്ഷയതൃതീയ ദിനവും ലോക്ക്ഡൗണിൽപ്പെട്ടു. എന്നാൽ കാലത്തിനൊപ്പം കോലം കിട്ടണമെന്ന പഴമക്കാരുടെ വാക്കുകൾ അന്വർത്ഥമാക്കി അക്ഷയതൃതീയ കാലത്ത് ഭീമ ജ്വല്ലറി ഉപഭോക്താക്കളുടെ അടുത്ത് സ്വർണ്ണമെത്തിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്ക്ഡൗൺ കഴിയുമ്പോൾ മുതൽ ഉപഭോക്താക്കളുടെ വീട്ടുപടിക്കൽ സ്വർണ്ണമെത്തും. അതിനായി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി സ്വർണം ബുക്ക് ചെയ്യാനുള്ള സംവിധാനമൊരുക്കിയാണ് ഭീമ ജ്വല്ലറിയുടെ ലോക്ക്ഡൗൺ മറികടക്കൽ. bhimaJewellery.com എന്ന വെബ്സൈറ്റിൽ കയറി സ്വർണം ബുക്ക് ചെയ്യാം. 1 ഗ്രാം മുതൽ 40 ഗ്രാം വരെ ബുക്ക് ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ഭീമയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ അത്യാധുനിക വേഷനുകളിലുള്ള ആഭരണങ്ങളുടെ കളക്ഷൻ ഫോട്ടോകൾ കാണാനാകും. അളവിനും തൂക്കത്തിനും അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ആഭരണം ഇവിടെ തിരഞ്ഞെടുക്കാം. ഓരോ ആഭരണങ്ങളുടെയും വില വിവരങ്ങളും ഇതോടൊപ്പം ചേർത്തിട്ടുള്ളതിനാൽ ഏത് ആഭരണം വേണമെന്നത് മാത്രമാകും ചോദ്യം. ലോക്ക്ഡൗൺ കാലത്ത് ജ്വല്ലറിയിലെത്തി സ്വർണം വാങ്ങാനാകാത്തവർക്ക് വേണ്ടിയാണ് ഈ സൗകര്യം ഭീമ ഒരുക്കിയത്. ഏപ്രിൽ 21 ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ലോക്ക്ഡൗൺ നീളുന്ന സമയം വരെ ഉണ്ടാകും. ഓൺലൈൻ ബുക്കിങ്ങിനൊപ്പം പണവും അടയ്ക്കണം. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വഴി പണമടയ്ക്കാം. സ്വർണം വീട്ടിലെത്തിക്കുന്നതിന് പ്രത്യേകം ചാർജ് നൽകേണ്ടതില്ലെന്നതാണ് പ്രത്യേകത. സ്വർണം എല്ലാ ദിവസവും വാങ്ങാം. പക്ഷേ അക്ഷയതൃതീയ ദിനത്തിൽ വാങ്ങുന്ന സ്വർണത്തിൻ്റെ പ്രത്യേകത എന്താണ്? വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയാണ് ചന്ദ്രദിനമെന്ന അക്ഷയതൃതീയ. അക്ഷയതൃതീയ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ബലം ക്ഷയിക്കില്ലെന്നതാണ് വിശ്വാസം. അന്ന് ധനാദിധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. വിഷ്ണുധർമ്മസൂത്രത്തിലാണ് അക്ഷയതൃതീയയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്. അന്ന് ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും വേണമെന്നുമാണ്. സർവ്വപാപമോചനമാണ് ബലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും. മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയതൃതീയയെപ്പറ്റി പറയുന്നുണ്ട്. ഭവിഷ്യോത്തരത്തിലും അന്ന് ചെയ്യപ്പെടുന്ന സ്നാനം, ദാനം, ജപം, ഹോമം, സ്വാധ്യായം, പിതൃതർപ്പണം എന്നീ കർമ്മങ്ങൾ അക്ഷയ ഫലപ്രദമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അക്ഷയ എന്ന വിശേഷണം ചില പ്രത്യേക വിശ്വാസങ്ങളെ ആധാരമാക്കി ചതുർത്ഥി, സപ്തമി, അമാവാസി തുടങ്ങിയ സ്ഥിതികളോടും ചേർത്തു പ്രയോഗിക്കാറുണ്ട്. ചൊവ്വാഴ്ചയും ശുക്ലചതുർത്ഥിയും കൂടിയത് അക്ഷയ ചതുർത്ഥിയും ഞായറാഴ്ചയും കറുത്തവാവും ചേർന്നത് അക്ഷയ അമാവാസിയുമായി കരുതി പോരുന്നു. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ബലം ക്ഷയമില്ലാത്തതാണെന്ന സങ്കല്പമാണ് ഈ സംജ്ഞകൾക്ക് ആസ്പദം. മഹാമാരിയുടെ കാലത്ത് എല്ലാ ആഘോഷങ്ങളും മാറ്റിവെക്കപ്പെടുകയാണ്. കല്യാണം മുതൽ നൂലുകെട്ട് വരെ. ഇവിടെയെല്ലാം സ്വർണ്ണമെന്നത് അവിഭാജ്യ ഘടകമാണ്. ചടങ്ങുകൾക്ക് അകലം പാലിക്കുമ്പോൾ സ്വർണ്ണത്തോട് അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് ഭീമ ജ്വല്ലറി നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.